VTS മാൾ, വളരുന്ന ബന്ധം, തുടരുന്ന വിശ്വാസം. SFI വണ്ടൂർ ഏരിയ സമ്മേളനത്തിന് തുവൂരിൽ തുടക്കമായി. പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടറി PM ആർഷോ ഉദ്ഘാടനം ചെയ്തു. ഹൈസ്കൂൾ പടി മുതൽ സമ്മേളന നഗരി വരെ നടന്ന റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. അടിമുടി വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് വർഗീയ വിദ്വേഷത്തിന്റെയും പകയുടെയും പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ക്യാമ്പസുകളിൽ ഇടിമുഴക്കം സൃഷ്ടിക്കുന്ന പ്രതിരോധത്തിന്റെ ഉരുക്കുകോട്ടുകൾ തീർക്കുന്ന SFI വണ്ടൂർ ഏരിയ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന പണ്ടുകൂറ്റൻ വിദ്യാർത്ഥി റാലിയാണ് ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരുന്നത്. ആശീർവദിക്കോ, അനുമോദിക്കോ, അഭിവാദ്യങ്ങൾ അർപ്പിക്കൂ പ്രിയമുള്ളവരെ. SFI വണ്ടൂർ ഏരിയ സമ്മേളനം ശനി, ഞായർ ദിവസങ്ങളിലായി തുവൂരിലാണ് നടക്കുന്നത്. ഇതിന് തുടക്കം കുറിച്ച് ശനിയാഴ്ച വൈകിട്ട് ഹൈസ്കൂൾ പടി മുതൽ ടൗൺ വരെ നടന്ന വിളംബര ജാഥ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. പോഷക സംഘടനകളുടെ നേതൃത്വത്തിൽ റാലിക്ക് അഭിവാദ്യമർപ്പിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ ഉദ്ഘാടനം ചെയ്തു. ഭരണഘടന ജന്മമെടുത്തിട്ട് 7.5 പതിറ്റാണ്ടിലേക്ക് അടുക്കാനിരിക്കുമ്പോഴാണ് 2023 കേന്ദ്ര ഗവൺമെന്റ് ഒരു കണക്ക് പുറത്തേക്ക് വിടുന്നത്. ആ കണക്കിപ്രകാരമാണ് ഇന്ത്യയിൽ 2023 6 വയസ്സ് പൂർത്തീകരിച്ച് 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി കഴിയാത്ത 12.5 ലക്ഷം കുട്ടികളുണ്ട് എന്നുള്ളത്. പ്രാഥമിക വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട് രാജ്യത്ത് 12.5 ലക്ഷം കുട്ടികളുണ്ട് എന്നുള്ളതായിരുന്നു ഔദ്യോഗികമായിട്ട് സർക്കാർ പുറത്തുവിട്ട പാർലമെന്റിൽ പുറത്തുവിട്ട കണക്ക്. യാഥാർത്ഥ്യം എന്നുള്ളത്, വസ്തുത എന്നുള്ളത് അതിന്റെ എത്രയോ ഇരട്ടിയായിരിക്കും. ഇന്ത്യ സ്വതന്ത്രമാക്കപ്പെട്ട് 7.5 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും എനിക്കും നിങ്ങൾക്കും സാധ്യമാകുന്നത് പോലെ 1ാം ക്ലാസ്സിൽ പോയിരുന്നു പഠിക്കുന്നതിന് വേണ്ടി സ്കൂളിൽ പോകാൻ കഴിയാത്ത ദശലക്ഷക്കണക്കിന് വരുന്ന കുട്ടികളുള്ള രാജ്യത്തിന്റെ പേരാ ഇന്ത്യ. SFI വണ്ടൂർ ഏരിയ പ്രസിഡന്റ് സൽമാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. SFI ഏരിയ സെക്രട്ടറി CM സഫ്വാൻ, ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഹരിമോൻ, M സജാദ്, K ഭഗത്, ആതിര, സുജീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഞായറാഴ്ച നടക്കുന്ന പ്രതിനിധി സമ്മേളനം SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിപിൻ രാജ് ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ തുവൂർ.